ഹായ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇന്ന് ഞാൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാലേ, ഇപ്പോഴും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വീഡിയോസ് സോങ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയതായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർക്കിൽ അങ്ങനെയുള്ള ഐറ്റംസ്, കുട്ടികളുടെ വീഡിയോസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അല്ലേ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, എൻ്റെ ഫാമിലീസ്, 2 പേരുടെ ഫാമിലീസ് ആണെങ്കിലും ഇവരൊക്കെ ഒഴികെ ഒരു അതിഥി ഉണ്ട്. ഇന്ന് എനിക്ക് വയസ്സ് 31 വയസ്സായിട്ടോ. എൻ്റെ 26ാമത്തെ വയസ്സിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടപ്പിറപ്പായിട്ട് എനിക്ക് കിട്ടിയൊരു സമ്പാദ്യമുണ്ട്. എനിക്ക് എന്താ പറയുക, സമ്പാദ്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സമ്പാദിക്കില്ലേ, കുറേ സ്വത്തും സ്വർണ്ണവും പണവും മുതൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സമ്പാദിക്കില്ലേ. കൂടെ നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ ഫാമിലീസിനെ, അങ്ങനെയൊക്കെ നമ്മൾ കൂടപ്പിറപ്പായിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ പുറമെ എന്നെപ്പോലെയുള്ള ചിലവർക്ക് ഉള്ളൊരു കൂടപ്പിറപ്പുണ്ട്. എന്താണെന്നറിയോ? മെഡിസിൻ കഴിഞ്ഞ 26 വയസ്സ് മുതൽ ഞാൻ കഴിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, എക്കോസ്പിരിൻ AV75. എൻ്റെ കൂടപ്പിറപ്പായിട്ട് ഉള്ളതാണ് ആ ഒരു വ്യക്തി. എൻ്റെ അറ്റാക്ക് കഴിഞ്ഞ ശേഷം കേട്ടോ, എനിക്ക് ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മെയിൻ ഗുളികയാണ്, എക്കോസ്പിരിൻ 75. 26 വയസ്സ് മുതൽ ഈ 31 വയസ്സ് വരെ ഞാൻ കഴിക്കുന്ന ഗുളിക അതാണ്. അത് മാത്രമല്ല കേട്ടോ, കൂടെ കുറച്ച് പേരും കൂടി ഉണ്ടേ കൂടിയിട്ട്, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ കുറച്ച് ഞാൻ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്ത് വെച്ചാൽ താങ്ങണില്ല എല്ലാം കൂടി കഴിക്കാനും. പിന്നെ അത് മാത്രമല്ല, വാങ്ങാൻ പൈസയും കൂടി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരങ്ങ് മാറ്റി നിർത്തിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഗുളിക മാത്രമേ ഇപ്പം ഞാൻ കഴിക്കണുള്ളൂ. ഡോക്ടർ നിർത്തിയത് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളെ കൊണ്ട് വാങ്ങാൻ പൈസയും കൂടി വേണ്ടേ. ഇപ്പം തന്നെ ഞാൻ കഴിക്കണ ഒരു മാസത്തേക്ക് 8000 രൂപയുടെ ഗുളികയാണ് ഞാൻ കഴിക്കണേ. ഈ മാസം ഡിസംബർ കേട്ടോ. അപ്പോൾ ഈ മാസം ഞാൻ കഴിക്കുന്ന മെഡിസിൻ എന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് 8000 രൂപയുടെ മരുന്നാണ്. ഇതിന് മുന്നേ എൻ്റെ ചെക്കപ്പിനുള്ള പോക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ചിലവ് വരുന്ന 20,000 രൂപയോളമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ വരെ ചിലവ് വന്നത്. ഇന്ന് ഇപ്പോഴത്തെ എൻ്റെ മാസത്തെ എൻ്റെ മെഡിസിൻ്റെ റേറ്റ് വരുന്നത് 8000 രൂപയാണ്. കൂലിപ്പണി ആയിരുന്ന എൻ്റെ ഹസ്ബൻഡിന് ഇതൊന്നും സാധിക്കണില്ല. കുറേ കടങ്ങൾ വാങ്ങിയിട്ടാണ് എന്നെ നോക്കുന്നതും എൻ്റെ കുടുംബത്തെ നോക്കുന്നതും. പുള്ളി കടങ്ങളൊക്കെ വാങ്ങി ഒത്തിരി ആയിട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ,